നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കാൻ ഗൂഢശ്രമമെന്ന് ആരോപണം. ആശുപത്രിക്ക് മുന്നിൽ ഇടതുമുന്നണിയുടെ പ്രതിഷേധം. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വിഭാഗം ഡോക്ടർമാരും ചില ജീവനക്കാരും ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കടലേറ്റ ഭീഷണിയിൽ തീരദേശവാസികൾ. കടലാക്രമണ ഭീഷണി നേരിടാനുള്ള പദ്ധതി പൂർത്തിയായിട്ടില്ലെന്നും ആരോപണം. പുറക്കാട് തീരത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പുലിമുട്ട് കടലെടുത്തു. കോടികൾ വെള്ളത്തിലായി. അശാസ്ത്രീയമായാണ് പുലിമുട്ട് നിർമ്മിച്ചതെന്ന പരാതി. കായംകുളത്ത് 14 വയസ്സുകാരന് മർദ്ദനം. ആക്രി പെറുക്കി വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് മർദ്ദിച്ചതെന്ന കുട്ടി. ആലമ്പള്ളിൽ മനോജിനെതിരെ കേസെടുത്തു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. വാർത്തകൾ വിശദമായി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കാൻ ഗൂഢശ്രമമെന്ന് ആരോപണം. ആശുപത്രിക്ക് മുന്നിൽ ഇടതുമുന്നണിയുടെ പ്രതിഷേധം. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിലെ ഒരു വിഭാഗം ഡോക്ടർമാരും ചില ജീവനക്കാരും ചേർന്ന് ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷേപം. യഥാസമയം ചികിത്സ ലഭ്യമാക്കാതിരിക്കുക, നിസ്സാര രോഗങ്ങളുമായി എത്തുന്നവരെയും അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടിയെത്തുന്നവരെയും സ്വകാര്യ ആശുപത്രികളിലേക്കുൾപ്പെടെ പറഞ്ഞയക്കുക, രോഗികളോടും കൂട്ടിരിപ്പുകാരോടും നിഷേധാത്മക സമീപനം സ്വീകരിക്കുക തുടങ്ങിയ നിത്യേന എന്നോണം നിരവധി അനിഷ്ട സംഭവങ്ങളാണ് ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെയെല്ലാം പിന്നിൽ ലാഭക്കൊതിയോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആശുപത്രിയിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവരുൾപ്പെടെ കളങ്കം തീർക്കുന്നതാണ് ഇത്തരം ആളുകൾ. സ്വകാര്യ പ്രാക്ടീസ് നടത്തിയും സ്വന്തമായി സ്കാനിംഗ് സെൻ്ററുകളും മെഡിക്കൽ സ്റ്റോറുകളും നടത്തിയും അവിടേക്ക് രോഗികളെ എത്തിക്കുന്ന ചില ഡോക്ടർമാർ രോഗികളെ പിഴിഞ്ഞ് പണമുണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ തകർക്കാൻ നീക്കം നടക്കുന്ന ഇത്തരക്കാർ യഥാസമയം ജോലി ചെയ്യുകയോ മതിയായ ചികിത്സ യഥാസമയം രോഗികൾക്ക് ലഭ്യമാക്കുകയോ ചെയ്യാതെ സർക്കാർ നടത്തുന്ന സത്പ്രവർത്തികളെ കളങ്കം ചാർത്തുകയാണ്. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അകത്ത് ചികിത്സ വേണ്ടതുണ്ടെങ്കിൽ ആശുപത്രിയെ തകർത്തുകൊണ്ടല്ല, ആശുപത്രിയെ സംരക്ഷിച്ചുകൊണ്ട് ആശുപത്രിക്കുള്ളിലെ ഡോക്ടർമാർ അടക്കമുള്ള ആളുകളെ ചികിത്സിക്കേണ്ടി വന്നാൽ ചികിത്സിക്കാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. 39 കിഡ്നി മാറ്റിവെച്ചു. ഇവിടെ എനിക്ക് ജനപ്രതിനിധികളുണ്ട്, LDF നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്, പ്രവർത്തനം ഉണ്ട്. ഞങ്ങളൊക്കെ നാട്ടിലിറങ്ങി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് 25 ലക്ഷം 30 ലക്ഷം ഒക്കെ പിരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആശുപത്രി കിഡ്നി മാറ്റിവെക്കാൻ ചികിത്സാ ചെലവിന് വേണ്ടി 1 ലക്ഷം രൂപ പോലും ചെലവില്ല. ഈ 39 മാറ്റിവെച്ചപ്പോൾ 1 ലക്ഷം രൂപ പോലും ചെലവായിട്ടില്ല. ഈ ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഏതെങ്കിലും മുഖ്യധാര മാധ്യമത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഈ കാര്യം വന്നിട്ടുണ്ടോ? ഉണ്ടോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നേരത്തെ കൂടെ ഞങ്ങൾ ICU ബെഡ് കൂടി. ഈ സംവിധാനം വന്നപ്പോ കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ദിവസം 7 മുതൽ 10 വരെ ആൻജിയോപ്ലാസ്റ്റി നടക്കുകയാണ്. ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിയും 7 മുതൽ 10 വരെ നടക്കുകയാണ്. ഒരു മാസത്തിൽ നടക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ 65,000 75,000 രൂപ കൊടുക്കണം ഇത് ചെയ്തുകൊണ്ട് മടങ്ങി വരണമെങ്കിൽ. ഗ്യാസ്പിന്റെ ഭാഗമായി ചികിത്സയിൽപ്പെട്ട രോഗിയാണെങ്കിൽ ഒരു 1 പൈസ ചെലവില്ലാതെ ഈ ആശുപത്രിയിൽ ഒരു ദിവസം 7 മുതൽ 10 വരെ ആൻജിയോപ്ലാസ്റ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓരോ നമ്മൾ നോക്കിക്കോ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ നോക്കിയാൽ കാണാം. ന്യൂറോ സർജറി വിഭാഗം നടക്കുന്ന സർജറി നമ്പർ എടുത്ത് നോക്ക്. കഴിഞ്ഞ വർഷം ഇന്ത്യ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സൗജന്യമായ ചികിത്സ കൊടുത്ത ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മികവ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു ഈ ആശുപത്രി. പക്ഷേ അങ്ങനെ ഒരുപാട് മികവിലേക്ക് ഏറ്റവും മെച്ചമായ അവസ്ഥ ഉണ്ടാക്കുമ്പോഴും അതിന് അപവാദം ഉണ്ടാക്കി രോഗികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന, ജീവൻ വെച്ച് പന്താടുന്ന, ഒരു മിനിമം ഒരു മെഡിക്കൽ എത്തിക്സിന്റെ ചെറിയ കണിക പോലും പാലിക്കാത്ത ചില ആളുകൾ ആശുപത്രിയിലുണ്ട്. അതാണ് ഇവിടെ ഞാൻ ജയിൽ പറഞ്ഞത്. ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോകാൻ പറയുകയാണ്, അങ്ങനെ പറയുകയാണ്. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി MOമാർ, മെഡിക്കൽ ഓഫീസർമാർ എല്ലാ സമയവും അവിടെ ഉണ്ടോ? 24 മണിക്കൂറുണ്ടോ? 8 മുതൽ 8 വരെയാണ് ഡ്യൂട്ടി. രാവിലെ 8 മുതൽ വൈകുന്നേരം 8 മണി വരെ, വൈകിട്ട് 8 മുതൽ രാവിലെ 8 മണി വരെ. അവിടെ ഡ്യൂട്ടി ചെയ്യാൻ ഈ പറയപ്പെട്ട ഡോക്ടർമാരുണ്ടോ? എല്ലാവരും ഉണ്ടോ?
അത് പരിശോധിക്കാനും തിരുത്താൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? എ ഓമനക്കുട്ടൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ഹാരിസ്, ശോഭ ബാലൻ, എസ് സുദർശനൻ, PG സൈറസ്, സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ P അഞ്ജു, ഗീത ബാബു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നസീർ സലാം, PK സദാശിവൻ പിള്ള, മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, R നാസർ, ജമാൽ പള്ളാത്തുരുത്തി, C ഷാംജി, സാദിഖ് ഉലഹൻ, മോഹൻ C അറുവന്തറ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി EK ജയൻ സ്വാഗതം പറഞ്ഞു. ടൈനൂസ് ആലപ്പുഴ. കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തീരമേഖലയിൽ കടലാക്രമണ ഭീഷണി രൂക്ഷം. കടലാക്രമണ ഭീഷണി നേരിടാനുള്ള പദ്ധതികൾ പൂർത്തിയായിട്ടില്ലെന്ന പരാതി. ശക്തമായ കാറ്റും തിരമാലയും തീരമേഖലയ്ക്ക് ഭീഷണിയായതോടെ കടൽഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ടെട്രാപോഡുകൾ സ്ഥാപിച്ച് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തീരപ്രദേശങ്ങളായ ചെത്തി, അർത്തുങ്കൽ, തൈക്കൽ, ഒറ്റമശ്ശേരി, അന്ധകാരനഴി തുടങ്ങിയ മേഖലകളിലെ ജനങ്ങൾ ശക്തമായ കാറ്റും ഉയർന്ന തിരമാലയും ഉണ്ടാകുന്നതോടെ കടുത്ത കടലാക്രമണ ഭീഷണി നേരിടുകയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലഭിച്ചതോടെ ജനങ്ങൾ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും രാത്രി ഉണ്ടാകുന്ന വേലിയേറ്റത്തിനൊപ്പം ശക്തമായ കാറ്റും തിരമാലകളും ഉണ്ടാകുന്നതിനാൽ ജനങ്ങൾ ഭയന്നാണ് വീടുകളിൽ ഉറങ്ങുന്നത്. കടൽഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ കടൽഭിത്തി തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിലുമാണ് സ്ഥിതി ഏറെ ഗുരുതരം. തിങ്കളാഴ്ച അർത്തുങ്കൽ തെക്ക് തിരുവിഴ കടൽ തീരമേഖലയിൽ 10 വീടുകൾക്ക് ഭീഷണിയായി വലിയ തിരമാലകളുണ്ടായി. തീരത്തുണ്ടായിരുന്ന തെങ്ങുകൾ പലതും കടപുഴകി. ഒറ്റമശ്ശേരിയിലും തൈക്കൽ ഭാഗങ്ങളിലും ശക്തമായ തിരമാലകളുണ്ടായി. ഒറ്റമശ്ശേരിയിൽ കടൽഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ കടൽ വെള്ളം കരയിലേക്ക് ഒഴുകിയെത്തി. കാലവർഷം ശക്തമാകുന്നതിന് മുമ്പ് ഒറ്റമശ്ശേരി മേഖലയിൽ നിർമ്മിച്ചു വന്നിരുന്ന ടെട്രാപോഡുകൾ കടൽഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിലും കടൽഭിത്തി തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും താൽക്കാലികമായെങ്കിലും സ്ഥാപിച്ചാൽ ശക്തമായ തിരമാലകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനാവശ്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ആക്ഷേപം. ആലപ്പുഴ പുറക്കാട് തീരത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പുലിമുട്ട കടലെടുത്തു. കോടികൾ വെള്ളത്തിലായി. പുലിമുട്ട് നിർമ്മിച്ചത് അശാസ്ത്രീയമായിരുന്നുവെന്ന് ആരോപണം. തീരസംരക്ഷണത്തിനായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുലിമുട്ടുകൾ ഒലിച്ചുപോയി. തീരസംരക്ഷണം കടലാസിലൊതുക്കി പുറക്കാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശത്ത് നിർമ്മിച്ച പുലിമുട്ടുകളാണ് കടലെടുത്തത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് പുറക്കാട് തെക്ക് പുത്തൻനട ഭാഗത്ത് നിരവധി പുലിമുട്ടുകൾ നിർമ്മിച്ചത്. അശാസ്ത്രീയമായ രീതിയിലാണ് പുലിമുട്ട് നിർമ്മാണം നടത്തിയതെന്ന് അന്നു തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. നിലവിലുള്ള കടൽഭിത്തി ബലപ്പെടുത്തി അതിനോട് ചേർന്ന് നിർമ്മിക്കേണ്ടതിന് പകരം തീരത്താണ് പുലിമുട്ടുകൾ നിർമ്മിച്ചത്. പിന്നീട് കാലം കടന്നുപോയപ്പോൾ കടൽ കയറി ഈ പുലിമുട്ടുകളെല്ലാം കടലെടുത്തു. ഇതോടെ പുറക്കാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശമാകെ കടൽക്ഷോഭം രൂക്ഷമാകുന്ന സ്ഥിതിയാണ്. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച പുലിമുട്ടുകൾ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലായി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ചോദിക്കാറില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അശാസ്ത്രീയപരമായ രീതിയിലാണ് ഈ പുലിമുട്ടിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പുലിമുട്ടിടേണ്ടത് നിലവിൽ കിടക്കുന്ന സീവാളിൽ ടച്ച് ചെയ്ത് ബലപ്പെടുത്തിക്കൊണ്ട് പുലിമുട്ടിട്ടാൽ മാത്രമേ നമ്മുടെ ഈ കടൽക്ഷോഭത്തിനെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് അങ്ങനല്ല ഇട്ടത്. ഇവർ ഇപ്പോൾ ഇട്ട പുലിമുട്ടെന്ന് പറഞ്ഞപ്പോൾ മണ്ണിൻ്റെ പുറത്ത് കൊണ്ടുവന്നു കുറേ അധികം കല്ലുകൾ നിരത്തി വെച്ചു. ഏകദേശം 15 മീറ്റർ, മാക്സിമം ഒരു 20 മീറ്ററിന് അപ്പുറത്തല്ലാതെ ഈ പുലിമുട്ടിന് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ കടൽക്ഷോഭം വരുമ്പോൾ കടൽ അടിച്ചു കയറി കടൽ കറങ്ങി വരുമ്പോൾ ഈ പുലിമുട്ട് പൂർണ്ണമായും ഒലിച്ചുപോയൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾ, ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതിൻ്റെ ഇതുമായിട്ട് അറിയുന്ന മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങളെയൊക്കെ പൂർവികരും ഞങ്ങളുടെ തന്തമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പുലിമുട്ട് മുൻകാലങ്ങളിൽ പുലിമുട്ടിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 60 വർഷത്തിന് മുമ്പേ ഇവിടെ പുലിമുട്ടിട്ടുണ്ടായിരുന്നു. ആ പുലിമുട്ട് ഈ സീവാൾ ഉറപ്പിച്ചാണ് പുലിമുട്ടിട്ടത്. അപ്പോൾ ഭയങ്കരമായ കടൽക്ഷോഭം വന്നപ്പോഴാണ് ആ പുലിമുട്ടൊക്കെ താഴോട്ട് പോയത്. ഇനിയിപ്പോൾ ഇനിയും ഇടേണ്ടത് യഥാർത്ഥത്തിൽ ഈ സീവാളിനെ ഉറപ്പിച്ചിട്ട് പുലിമുട്ടിട്ട നമുക്ക് ഏകദേശം ഒരു കടൽ പ്രതിരോധം നമുക്ക് തീർക്കാൻ പറ്റും. അപ്പുറത്ത് കിടക്കുന്ന കുടുംബങ്ങൾക്ക് സംരക്ഷണം കിട്ടും. അതുപോലെ തന്നെ ഹൈവേയുടെ സംരക്ഷണം പോലും അവതാളത്തിലായിരിക്കുക ഇപ്പോൾ. കാര്യം വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരു 18 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കടലും ഇപ്പോഴും നിലനിൽക്കുന്ന പണിതുകൊണ്ടിരിക്കുന്ന ഹൈവേയുമായി. ഈ ഹൈവേ ഇടിച്ചു കയറി ഈ
പുലിമുട്ട് പിടിച്ചു കയറി അപ്പുറത്ത് കടൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ പുറക്കാട് പഞ്ചോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ സഞ്ചാരയോഗ്യം അവസാനിച്ചിരിക്കും. അത്രക്കും മേലുള്ള ഭീഷണിയാണ് ഇപ്പോൾ നടക്കുന്നത്. മത്സ്യത്തൊഴിലാളിയേക്കാളും കൂടുതൽ ഭീഷണി ഇപ്പോൾ ഇവിടുത്തെ കേരളം മൊത്തം ഭീഷണിയാണ് ഈ മേഖല. പുലിമുട്ടുകൾ തകർന്നതോടെ കടൽക്ഷോഭം രൂക്ഷമാകുന്നത് നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയെയും ബാധിക്കുന്ന അവസ്ഥയാണ്. ഈ ഭാഗങ്ങളിൽ കടലും ദേശീയപാതയുമായി 20 മീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. കടൽ ശക്തമായാൽ ദേശീയപാത വരെ കടലെടുക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ദീർഘവീക്ഷണമില്ലാതെയുള്ള പുലിമുട്ട് നിർമ്മാണം തീരസംരക്ഷണം അവതാളത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ കടലാക്രമണം ഉണ്ടായാൽ പോലും തകർന്നു കിടക്കുന്ന പുലിമുട്ടുകൾക്ക് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കടൽ ശക്തമായതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വള്ളമിറക്കാനും കഴിയാത്ത സ്ഥിതിയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളി മൂലം പുലിമുട്ട് നിർമ്മാണത്തിന്റെ പേരിൽ സർക്കാർ ഖജനാവിൽ നിന്നും പാഴായത് കോടികളാണ്. ടൈനൂസ് അമ്പലപ്പുഴ. കായംകുളത്ത് 14 വയസ്സുകാരന് മർദ്ദനം. ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് മർദ്ദനമേറ്റത്. ആലമ്പള്ളി മനോജിനെതിരെ കേസെടുത്തു. കായംകുളത്ത് 14-കാരന് ക്രൂരമായ മർദ്ദനം. കാപ്പിൽ കിഴക്ക് VS നിവാസിൽ ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ 14 വയസ്സുകാരനായ ഷാഫിക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. കാപ്പിൽ കിഴക്ക് ആലമ്പള്ളിയിൽ മനോജ് എന്നയാളാണ് മർദ്ദിച്ചതെന്ന് മർദ്ദനമേറ്റ കുട്ടിയും രക്ഷാകർത്താക്കളും പറയുന്നു. കുഞ്ഞി സൈക്കിളിൽ ചവിട്ടി റോഡിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ കല്ല് കുടിച്ചിരുന്ന അദ്ദേഹം കല്ല് കുടിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് അടിച്ച് ശരിയാക്കി. എന്നെയും ചീത്ത വിളിക്കുമായിരുന്നു. നീ എന്തോ കാണിച്ചോടി എന്ന് പറഞ്ഞ് കുറേ ചീത്ത വിളിച്ചു. ഞങ്ങൾ ബാഗിലൊക്കെ ഒന്നുമില്ല. പരിസരത്തിലെ ആൾക്കാർ മൊത്തം നോക്കിക്കൊണ്ട് തന്നെ നിന്നെ എൻ്റെ കുഞ്ഞിനെ തല്ലറ ഒരു മനുഷ്യർ പിടിച്ച് മാറ്റിയിട്ടില്ല ചോദിക്കാൻ പോയിട്ട്. കുഞ്ഞിരേശം ജീവിച്ച അപ്പുറത്ത് കാർത്തിയനമ്മയുടെ വീട്ടിലോട്ട് ഓടിയത്. അവരുടെ വീട്ടിലൊന്നും അവനെ എടുത്ത് വലിച്ചെടുത്ത് കുഞ്ഞിനെ റോഡിലോട്ട് എടുത്തായിരുന്നു. എൻ്റെ കുഞ്ഞു ഒന്നും ചെയ്യാതിരുന്ന കുഞ്ഞിനെയാണ് ഇത്രയ്ക്ക് ഉപകരിച്ചത്. നിർത്തിയിട്ടുണ്ട് ചോദിച്ചാൽ അവിടെ പോവാണ് വീട് എവിടെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ് വീട്ടിൽ വരെ വയലെല്ലാം ബേത്തിൻ്റെ അടുത്താന്ന് പറഞ്ഞു. അപ്പോഴാ ഈ മാമനാണെങ്കിൽ എന്നിട്ട് മാമൻ പറഞ്ഞ് ഈ റോഡിൽ കൂടെ ഒന്നും വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാമ ഇത് പുതു റോഡല്ലേ ആർക്കൊന്നും പോകാലോ എന്ന് പറഞ്ഞപ്പോൾ ചീത്ത വിളിച്ചോളാന്നും പറഞ്ഞു. ഞാൻ സൈക്കിളിൽ നിന്നിട്ട് തറയിട്ടു. മാമനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമനെ എന്നെ ചെള്ളക്കടിച്ചു. 2-3 വട്ടം ചെള്ളക്കടിച്ചിട്ട് ലാസ്റ്റ് അപ്പുറത്ത് എനിക്കറിയാവുന്ന അമ്മ ഉണ്ടായിരുന്നു. അവർ വിളിച്ചപ്പോഴത്തേക്കും ഈ മാമനെ എൻ്റെ കോളറൊക്കെ ഇടുകയായിരുന്നു. എന്നിട്ട് എന്നെ മുള്ളുവേലി എടുത്തെറിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് കോൺഗ്രസ് പിടിച്ചു. എനിക്ക് ശ്വാസം കിട്ടാതായപ്പോൾ ഞാൻ മാമനെ തെള്ളിയിട്ട് ഈ മാമൻ പിന്നെയും എന്നെ കോളറെ പിടിച്ചിട്ട് നടുവത്തൊക്കെ ഇടിച്ച് അതിന് താടിവേദന ചവിട്ട് നിന്നു. ഞാൻ ഓടി അപ്പുറത്ത് വീട്ടിൽ കയറിയപ്പോൾ അവിടെ നിന്ന് വലിച്ചെന്നെ തറയിട്ടിട്ട് അടിക്കുകയായിരുന്നു. 7-ാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമാണ്. 4 കുട്ടികളുമായി ഒരു സ്ത്രീ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. നിത്യവൃത്തിക്ക് മാർഗമില്ലാത്തതുകൊണ്ട് മൂത്ത പയ്യൻ അവിടെ ഒരു വർക്ക്ഷോപ്പിൽ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അമ്മയാണെങ്കിൽ എവിടെയെങ്കിലും വീട്ടു ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേരാണെങ്കിലും ആക്രി പെറുക്കിയും അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഈ 2 കുഞ്ഞുങ്ങളും കൂടെ ആക്രി സാധനങ്ങളുമായി സൈക്കിളെ നേരെ നമ്മുടെ സജിയുടെ ആക്രിക്കടയിലേക്ക് പോകുന്ന വഴിയിലാണ് ആലമ്പള്ളിയിൽ അവിടെ വെച്ച് ഈ മനോജ് എന്ന് പറയുന്ന വ്യക്തി അവരോട് എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ആക്രി സാധനം കൊണ്ടുപോകാൻ പോവുകയാണ്. 14 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരു തൊഴിൽ ജീവിക്കാനുള്ള ശേഷി പോലും അതിനുള്ള പ്രാപ്തിയില്ലാത്ത കുട്ടികളാണ്. വീട്ടിലെ പരാധീനം കാരണമാണ് പണിക്ക് പോയി ആ കുടുംബം പുലർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അവിടെ വെച്ചാണ് ആ കൊച്ചിനെ സൈക്കിളെ പിടിച്ച് പൊക്കി താഴെ അടിച്ചിട്ട് ആ കൊച്ചിൻ്റെ പെടലിക്ക് പിടിച്ച് നീക്കുകയാണുണ്ടായത്. BJP കൃഷ്ണപുരം 7-ാം വാർഡ് പ്രസിഡന്റാണ് കുട്ടികളെ മർദ്ദിച്ച മനോജ്. ഷാഫിയും 10 വയസ്സുള്ള സഹോദരനും സൈക്കിളിൽ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി സൈക്കിളിൽ നിന്നും ചവിട്ടി താഴെയിടുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. 10 വയസ്സുകാരനായ ഷാഫിയുടെ സഹോദരനും ആക്രമണത്തിൽ നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ആക്രി പെറുക്കി വീട്ടിൽ സൂക്ഷിച്ച ശേഷം ആക്രിക്കടയിൽ വിൽക്കാറുണ്ട്. അങ്ങനെ പെറുക്കിയ ആക്രി സൈക്കിളിൽ കെട്ടി കടയിൽ വിൽക്കുവാനായി കൊണ്ടുപോകുന്ന വഴിയാണ് ആക്രമണം നടന്നത്. ടൈനൂസ് ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികൾക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിലും കോളേജിലുമായി നടക്കും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മാവേലിക്കര ബിഷപ്പ് മോർ കോളേജിലാണ് നടക്കുക. ഒരുക്കങ്ങൾ ആരംഭിച്ചു.
ഒരു മാസത്തോളമായി യന്ത്രത്തിൽ കഴിയുന്ന വോട്ടുകൾ എണ്ണാൻ ഒരുക്കങ്ങൾ തുടങ്ങി. ജൂൺ 4-ന് ജില്ലയിൽ 2 ഇടത്തായി ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണും. രാവിലെ 8-ന് വോട്ടെണ്ണൽ തുടങ്ങുമെന്ന് കളക്ടർ അലക്സാണ്ടർ വർഗീസ് അറിയിച്ചു. ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളും കോളേജുമാണ്. മാവേലിക്കരയിലേത് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ആണ് നടക്കുക. ഈ സ്ഥാപനങ്ങൾ ജൂൺ 10-ന് മാത്രമേ തുറക്കൂവെന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ GS രാജേഷ് അറിയിച്ചു. വോട്ടെണ്ണലിന് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന നടപടി തുടങ്ങി. 22 മുതൽ ഘട്ടമായി ഇവർക്ക് പരിശീലനം നൽകും. ഒരു റൗണ്ടിൽ 14 മേശകളിലാണ് വോട്ടെണ്ണുക. ഇതിൽ 13 വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണാനും 1 VVPAT സ്ലിപ്പുകൾ എണ്ണാനുമാണ്. തപാൽ സർവീസ് വോട്ടുകളും വീട്ടിലെത്തിച്ച് ചെയ്യിച്ച വോട്ടുകളും എണ്ണാൻ 40 മേശകളുണ്ടാകും. ഒരു മേശയിൽ ഒരേ സമയം 500 തപാൽ വോട്ട് വീതം എണ്ണും. പേപ്പർ ബാലറ്റ് എണ്ണാൻ കൂടുതൽ സമയം വേണമെന്നതിനാലാണ് കൂടുതൽ മേശകൾ ക്രമീകരിക്കുന്നത്. തപാൽ സർവീസ് വോട്ടുകളും വീട്ടിലെത്തി ചെയ്യിച്ച വോട്ടുകളും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലാണെന്ന് കളക്ടർ പറഞ്ഞു. 2 ഇടത്തും 20,000-ഓളം വോട്ടുണ്ട്. ഇനിയും ലഭിച്ചേക്കും. എൻകോർ എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം തുടങ്ങിയവയുടെ ജോലി നടത്തുന്നത്. പത്രികാ സമർപ്പണം, ചിഹ്നം അനുവദിക്കൽ തുടങ്ങിയ നടപടികൾ മുതൽ മത്സരവുമായി ബന്ധപ്പെട്ട ജോലികളെല്ലാം ഇതിലാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ആദ്യഘട്ട പരിശീലനം നൽകി. വരണാധികാരികൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡൽഹി ഓഫീസിൽ നിന്നുള്ള പരിശീലനം ഇന്ന് ഓൺലൈനായി നൽകും. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു. അമ്പലപ്പുഴ താലൂക്കിലെ സ്കൂൾ ബസ്സുകളിലെ സുരക്ഷാ പരിശോധന ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് നടന്നത്. ആലപ്പുഴ RTO AK ദിലുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ബസ്സുകളുടെ സുരക്ഷാ സംവിധാനവും GPS-ഉം ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധന നടത്തിയ ബസ്സുകളിൽ ചെക്ക്ഡ് സ്റ്റിക്കർ പതിപ്പിച്ചു. അമ്പലപ്പുഴ താലൂക്കിലെ 26 ബസ്സുകളാണ് ആദ്യം പരിശോധിച്ചത്. പരിശോധനയിൽ പരാജയപ്പെട്ട വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിച്ചു നൽകിയില്ല. പരിശോധന വ്യാഴാഴ്ച തുടരും. പരിശോധന നടത്തി ചെക്ക്ഡ് സ്റ്റിക്കർ പതിക്കാത്ത വാഹനങ്ങൾ ജൂൺ 1 മുതൽ സർവീസ് നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് RTO അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മൾ സ്കൂൾ ബസ്സുകൾ എല്ലാം വിശദമായി പരിശോധിക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന് ഉപരിയായിട്ട് വാഹനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ VLTD, അതുപോലെ തന്നെ GPS സംവിധാനങ്ങൾ, പിന്നെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ്, സ്കൂളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടോ നോക്കുക, വാഹനത്തിൻ്റെ ക്വാളിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മളുടെ അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ വാഹനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. 2 ദിവസമാണ്. ഇന്ന് വരാൻ എന്തെങ്കിലും അസൗകര്യമുള്ളവർക്ക് പണി തീരുന്നില്ലെങ്കിൽ നാളെ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കി എല്ലാം ബോധ്യപ്പെട്ടാൽ റെക്ടിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. 2024 ഒരു മോട്ടോർ വകുപ്പിൻ്റെ ഒരു എംബ്ലം പതിഞ്ഞ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഡേറ്റും വെച്ചിരിക്കും. അതിനർത്ഥം ഇന്നത്തെ ഡേറ്റിൽ വണ്ടി യോഗ്യമായിട്ടുണ്ട്. പലപ്പോഴും വരുന്ന ഒരു സംഗതി അടുത്ത ആഴ്ച ഇപ്പം ഇൻഷുറൻസ് തീരുന്നെങ്കിലും ഞങ്ങളത് കൊടുക്കും. അപ്പോൾ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊള്ളുക എന്നുള്ളതാണ്. ഫിസിക്കലായിട്ട് വെരിഫിക്കേഷനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൻ്റെ പരിശോധന നടന്നു വരുന്നു. ഇതുകൂടാതെ അടുത്ത ദിവസം 25-ാം തീയതി ശനിയാഴ്ച ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട്, ഈ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ്, പ്രത്യേക മൊഡ്യൂൾ ഉണ്ടാക്കി എത്തരത്തിലാണ് പെരുമാറേണ്ടത്, എത്തരത്തിലാണ് വാഹനം ഓടിക്കേണ്ടത്, എത്തരത്തിലാണ് കുട്ടികൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് എത്തരത്തിൽ പെരുമാറണം, അവർക്ക് ഒരുപക്ഷെ ഇത്തരം ആൾക്കാർ പ്രചോദനമാകും എന്നുള്ളത് കൊണ്ട് മാതൃകാപരമായി പെരുമാറുന്ന ഒരു തരം ആൾക്കാരായി ഇത്തരം എഡ്യൂക്കേഷൻ സിസ്റ്റം ബസ്സിൻ്റെ ഡ്രൈവർമാർ മാറുക എന്ന് അതിനുതകുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം സജ്ജമാക്കിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. ആലപ്പുഴ ലച്ചനത്ത് സ്കൂളിൽ വെച്ച് 28-നാണ് മോട്ടോർ വാഹന വകുപ്പ് ഓറിയന്റേഷൻ ക്ലാസ് നടത്തുക. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ MLA-യുടെ മെറിറ്റ് അവാർഡ് വിതരണവും കരിയർ കാർണിവലും മെയ് 26, 27 തീയതികളിലായി നടക്കും. ആലപ്പുഴ പാതിരപ്പള്ളി കാംലോട്ട് കൺവെൻഷൻ സെൻറ്ററിലാണ് കരിയർ കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് PP ചിത്തരഞ്ജൻ MLA ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവരുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും ഗുണകരമാകുന്ന നിലയിൽ ഒരു കരിയർ കാർണിവൽ എന്ന പേരിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ ഇന്ത്യയിൽ തന്നെ ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയാകുന്ന കരിയർ ക്ലാസുകൾക്കും അതുപോലെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സൈലം ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഈ 26, 27 തീയതികളിൽ കാംലോട്ടിൽ വെച്ച് ഏകദേശം 2000-ഓളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുവാൻ, രക്ഷകർത്താക്കളും പങ്കെടുക്കുന്ന 2 ദിവസക്കാലത്തെ പരിപാടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ വർഷക്കാലവും ഉയർന്ന വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള MLA മെറിറ്റ് അവാർഡും അതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ
വളരെ ഫലപ്രദമായ ഇടപെടലുകൾ പലതലത്തിൽ നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച വിജ്ഞാന ജ്യോതി എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ഉള്ള പ്രയാസം ശ്രദ്ധയിൽപ്പെടുന്ന കേസുകളിൽ സന്നദ്ധ സംഘടനകളെയും സാമൂഹിക സംഘടനകളെയും ഒക്കെ കണ്ടെത്തി അവരുടെ സഹകരണത്തോടു കൂടി അവർക്ക് പഠിക്കുവാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും നടത്തിവരുന്ന ആലപ്പുഴ MLA മെരിറ്റ് അവാർഡിനോടനുബന്ധിച്ചാണ് ഈ വർഷം ഇന്ത്യയിലെ പ്രധാന കരിയർ ഗൈഡൻസ് സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുന്ന സൈലം ഗ്രൂപ്പ് കരിയർ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ പ്രധാന കരിയർ വിദഗ്ധർ ഈ കാർണിവലിൽ പങ്കെടുക്കും. ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായ കരിയർ ഗുരുവിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കരിയർ മെന്ററുമായ MS ജലീൽ 26 രാവിലെ 10 മണിക്ക് ആദ്യ സെഷനിൽ പങ്കെടുക്കും. കാൽനൂറ്റാണ്ടായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള 4000-ലധികം വേദികളിൽ സജീവമായിട്ടുള്ള MS ജലീൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 10 ലക്ഷത്തിലധികം പേരെ ട്രെയിൻ ചെയ്തതിന്റെ പ്രൊഫഷണൽ മികവുമായാണ് ഈ കരിയർ കാർണിവൽ വേദിയിലെത്തുന്നത്. മുൻ എൻട്രൻസ് കമ്മീഷണറും കരിയർ വിദഗ്ധനുമായ ഡോക്ടർ രാജു കൃഷ്ണൻ എൻട്രൻസ് പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു എൻട്രൻസ് കമ്മീഷണറോട് നേരിട്ട് സംവദിക്കാനുള്ള അവസരം ഈ കരിയർ കാർണിവലിൽ അദ്ദേഹം പങ്കെടുക്കുന്നതോടുകൂടി കൈവരിക്കാൻ കഴിയും. റേഡിയോ ജോക്കി, എഴുത്തുകാരൻ, ചലച്ചിത്രതാരം, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ത്രസിപ്പിക്കുന്ന മോട്ടിവേറ്ററായ ജോസഫ് അന്നകുട്ടി ജോസ്, ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, വിഷ്ണു സുരേന്ദ്രൻ, സൈക്കോളജിയിൽ MPhil പ്രശസ്ത അവതാരകയും ചലച്ചിത്ര താരവുമായ മാല പാർവതി, പ്രശസ്തനായ IAS ഓഫീസറും കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന തികച്ചും ജനകീയനായ മുൻ കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്ത്, സൈലം അക്കാദമിക് ഹെഡ്, സർക്കാർ ജോലി എങ്ങനെ നേടാം എന്ന് സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായ മൻസൂർ അലി കാപ്പുങ്കൽ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ തുടങ്ങിയവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ഞായറാഴ്ച രാവിലെ കൃത്യം 9:30 കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ക്ലാസുകൾ ആരംഭിക്കും. 2ാം ദിവസം ഫിഷറീസ് യുവജന കാര്യവകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അവാർഡ് വിതരണവും ക്ലാസുകളും നടക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കരിയർ കാർണിവൽ ആലപ്പുഴ ജില്ലയിലെ ഭാവി തലമുറയ്ക്ക് ഏറെ പ്രയോജനകരവും വഴികാട്ടിയുമായിരിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഇക്കൊല്ലത്തെ ബുദ്ധ പൂർണിമ മഹോത്സവം മെയ് 23 നടക്കും. കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ കരുമാടിക്കുട്ടൻ ബുദ്ധ ഭൂമിയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഭൂമിയാണെങ്കിലും കഴിഞ്ഞ 10 വർഷമായി അനവധി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് 1000-ഓളം ആൾക്കാർ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്. പ്രാഥമിക സൗകര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാ വർഷവും അതിമനോഹരമായി ഈ പരിപാടി അവതരിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം 2ാമത്തെ ഒരു പ്രത്യേകത, ബൗദ്ധ സാഹിത്യത്തിൽ തനതായ സംഭാവനകൾ നൽകിയ കരുമാടിക്കുട്ടൻ പുസ്തക അവാർഡ് KP രമേശ്, KKS ദാസ്, കണ്ണൻ മേലോത്ത് എന്നിവർക്ക് ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതായിരിക്കും. ഈ പരിപാടിയിൽ ജനപ്രതിനിധികളായി നമ്മുടെ സ്ഥലം MP, MLA, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ്. ഓരോ വർഷവും നിങ്ങൾ മീഡിയകളുടെയും ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വളരെയധികം ലഭിച്ചിട്ടുണ്ട്. മഹാകാരുണികനും ലോകത്തിന്റെ വെളിച്ചവുമായ ഭഗവാൻ ബുദ്ധന്റെ ജന്മദിനം ബുദ്ധ പൂർണിമയായി ലോകം ആഘോഷിക്കുകയാണ്. അമ്പലപ്പുഴ കരുമാടിക്കുട്ടൻ യുദ്ധഭൂമിയിൽ വെച്ച ഈ വർഷത്തെ ബുദ്ധ പൂർണിമ മഹോത്സവം 2024 മെയ് 23 കരുമാടിക്കുട്ടൻ യുദ്ധഭൂമിയിൽ വെച്ച് കേരളത്തിലെ വിവിധ ബൗദ്ധിക സംഘടനകളുടെ കൂട്ടായ്മയായ കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടൊപ്പം ആഘോഷിക്കുന്നു. ബുദ്ധ ശില്പശാസ്ത്രപ്രകാരം പത്മാസനത്തിൽ കൊത്തിവെച്ച ബുദ്ധശിലയാണ് കരുമാടിക്കുട്ടൻ. അന്തർജ്ഞാനഭരിതമായ പാതിയടഞ്ഞ കണ്ണുകളും കൈകൾ മടിത്തട്ടിൽ ചിന്മുദ്രയിലും ഈ ബുദ്ധവിഗ്രഹം കാണപ്പെടുന്നു. കുട്ടനാടിന്റെ ഏതാണ്ട് നടുവിലുള്ള അമ്പലപ്പുഴ തകഴിക്കടുത്ത് കരുമാടിയിലാണ് പ്രസിദ്ധമായ കരുമാടിക്കുട്ടൻ ബുദ്ധശില. കേരളത്തിലെ ബുദ്ധിസ്റ്റുകളുടെ കൂട്ടായ്മയായ കേരള ബുദ്ധിസ്റ്റ് കൗൺസിൽ കരുമാടി കുട്ടനിൽ പ്രാഥമിക സൗകര്യ വികസനം, ഭൗതിക സൗകര്യ വികസനവും ലഭിക്കുന്നതിനുള്ള പ്രധാന ആവശ്യങ്ങൾ വർഷങ്ങളായി ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചിട്ടും നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കരുമാടിക്കുട്ടൻ പുസ്തക അവാർഡ് 2024 KP രമേശ്, KKS റാണി മരണാനന്തര ബഹുമതി കണ്ണൻ മേലോത്ത് എന്നിവർക്ക് ഫലകവും പ്രശസ്തിപത്രവും നൽകും. ഷിബു ബ്ലൗഡ്, രാമങ്കരി, സന്തോഷ് K ഊരിക്കരി തുടങ്ങിയവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനോസ് ആലപ്പുഴ. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വന്നിരുന്ന
വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക, ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക, ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വരുന്ന ഇത് ഫാബ്രിക്കേഷൻ യൂണിറ്റുകളാണ് പ്രവർത്തിച്ചത്. ആ യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് വിഘാതമാകുന്ന നിലയിൽ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും തൊഴിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ട വരുന്ന പശ്ചാത്തലത്തിലാണ് സ്വാഗത പ്രാവശ്യങ്ങൾ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള സമരങ്ങൾക്ക് ശേഷം ഇന്ന് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ഇത്തരമൊരു സമരം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PG രതീഷ് ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K. ജ്യോതി, G. പ്രകാശ്, ജില്ലാ സെക്രട്ടറി ശശി ശ്രീലാൻഡ്, K. ചിദംബരം, S. മനോജ്, R. ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈനൂസ് ആലപ്പുഴ. മുഹമ്മ കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ 26ാം വാർഷികം മെയ് 24, 25, 26 തീയതികളിലായി നടക്കും. വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു. ഈ പഞ്ചായത്തിലെയും പരിസര പ്രദേശത്തുള്ളവരുടെയും SLCക്കും +2നും ഫുൾ A+ വാങ്ങിയ കുട്ടികളുടെ ഇത്തവണത്തെ പ്രതിഭാ സംഗമം എന്നും പറഞ്ഞ് അവരെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച മുതിർന്ന പത്രപ്രവർത്തകനായ ശശിധരൻ പണിക്കർ അടക്കമുള്ള ആൾക്കാരെയൊക്കെ ആദരിക്കുന്ന ഒരു പ്രതിഭാ സംഗമം പരിപാടി കൂടെ 25-ാം തീയതി സംഘടിപ്പിച്ചിട്ടുണ്ട്. 26-ാം തീയതിയാണ് ഏറ്റവും പ്രമുഖമായ സമ്മേളനം. 25-ാം തീയതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ ഡേവിസ് ചെറമേൽ അച്ഛനാണ്. അതിനകത്ത് മുഖ്യപ്രഭാഷണം നടത്തുന്നത് അരൂർ MLA ദലീമോ ജോജോ അവറുകളാണ്. 26-ാം തീയതി നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയും പ്രീ പ്രസാദ് അവറുകളും അതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് IPS അവറുകളാണ്. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ഫ്രഷ് ടു ഹോം എന്ന വ്യവസായ ശൃംഖലയുടെ CEO ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ മാത്യു ജോസഫ് അവറുകൾ ആണ് ഇതിനകത്ത് ആ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മുൻ MLA A. ഷുക്കൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആ യോഗത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്വാശ്രയ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആദ്യം തുടങ്ങിയത് 20 കുട്ടികളായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ അത് 150 കുട്ടികൾ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഇവിടെ കൂടി ഒരു പൈസ സ്വരൂപിക്കും. ആ പൈസ അവിടുത്തെ ബാങ്കിൽ ഞങ്ങളുടെ പേര് നിക്ഷേപിക്കും. ആ നിക്ഷേപിക്കുന്ന പൈസ സ്കൂൾ നടത്തുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പഠനോപകരണം ഞങ്ങൾ സൗജന്യമായി കൊടുക്കുന്നതിന് പുറമെ യൂണിഫോം അടക്കമുള്ള സാധനങ്ങൾ വാങ്ങിക്കും. ആ പരിപാടി 2013 തുടങ്ങിയപ്പോൾ ആ വിതരണത്തിൻ്റെ കൂടെ 15 പാവപ്പെട്ട കുട്ടികൾക്ക് അയൽക്കൂട്ടത്തിന് ചങ്ങാതിക്കൂട്ടം അയൽക്കൂട്ടത്തിന് പുറത്തുള്ളവർ കൊടുത്തു തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇന്ന് 1000 കുട്ടികളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മുഹമ്മ കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ 26ാമത് വാർഷികാഘോഷം 24, 25, 26 തീയതികളിലായി നടക്കും. 12 ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് T. കുഞ്ഞുമോൻ, സെക്രട്ടറി R. വിനോദ്, ട്രഷറർ S. അജയ്കുമാർ, സ്വാഗത സംഘം ചെയർമാൻ B. ത്രിവിക്രമൻ, TR. ശ്രീകുമാർ, KP. പ്രശാന്ത്, KB. നടേശൻ എന്നിവർ പറഞ്ഞു. 1000 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കും. SLC +2 പരീക്ഷകളിൽ വിജയിച്ച മുഹമ്മ പഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്യും. ഗുരുതര രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർക്ക് 1.5 ലക്ഷം രൂപയുടെ സഹായം നൽകും. കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യും. 24-ന് രാവിലെ 10-ന് സൗഹൃദവേദി പ്രസിഡന്റ് T. കുഞ്ഞുമോൻ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. 3-ന് ചിത്രരചനാ മത്സരം, 6-ന് G. സുധീഷ് ലാൽ മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല ക്വിസ് മത്സരം, 8-ന് GST ഡെപ്യൂട്ടി കമ്മീഷണർ TK ഇന്ദുലാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 25-ന് ഉച്ചകഴിഞ്ഞ് 3-ന് ട്രാക്ക് ഗാനമേള, 4-ന് പ്രതിഭാ സംഗമം. സ്വാഗത സംഘം ചെയർമാൻ B. ത്രിവിക്രമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സംഗമം ഫാദർ ഡേവിഡ് ചിറമേൽ ഉദ്ഘാടനം ചെയ്യും. പ്രതിഭകളെയും ആദരിക്കും. ദലീമ ജോജോ MLA മുഖ്യപ്രഭാഷണം നടത്തും. 26-ന് രാവിലെ 10-ന് ഫ്യൂഷൻ തിരുവാതിര, 5-ന് സാംസ്കാരിക സമ്മേളനം. സൗഹൃദവേദി പ്രസിഡന്റ് T. കുഞ്ഞുമോന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യപ്രഭാഷണം നടത്തും. 1000 കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ഫ്രഷ് ടു ഹോം CEO മാത്യു ജോസഫ് നിർവഹിക്കും. ചികിത്സാ ധനസഹായ വിതരണം മുൻ MLA A. ഷുക്കൂർ നിർവഹിക്കും. കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു വിതരണം ചെയ്യും.
സൗഹൃദവേദി സെക്രട്ടറി ആർ വിനോദ് സ്വാഗതം പറയും. വൈകിട്ട് 7-ന് കുട്ടികളുടെ കലാപരിപാടികൾ, 8-ന് കലാമണ്ഡലം ദേവി കൃഷ്ണൻ നയിക്കുന്ന നൃത്ത സമന്വയം എന്നിവയും നടക്കും. ടൈനൂസ് മുഹമ്മദ്. ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മർ ക്യാമ്പ് മെയ് 23 വ്യാഴാഴ്ച കണിച്ചുകുളങ്ങരയിൽ ആരംഭിക്കും. 3 ദിവസങ്ങളായിട്ടാണ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 23-ാം തീയതി മുതൽ 25-ാം തീയതി വരെ കണിച്ചുകുളങ്ങരയിൽ വെച്ചിട്ട് അവിടെ സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഒരു 3 ദിവസത്തെ കുട്ടികളുടെ ഒരു ക്യാമ്പ്, സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ 11ഓളം ഫാക്കൽറ്റികൾ പങ്കെടുക്കുന്ന കുട്ടികളുടെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. SNDP യോഗത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറിയുടെ ഒരു എല്ലാവിധ സഹായ സഹകരണങ്ങളോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ, അവരുടെ തൊഴിൽ മേഖലയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം അവർക്ക് മാർഗദർശനം കൊടുക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാമാണ് തൊഴിലവസരങ്ങൾ കൂടുതലുള്ളത്, ഏതെല്ലാം മേഖലയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു ഭാവി അവർക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാം ഞങ്ങൾ നടത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം എല്ലാം തന്നെ SNDP യോഗത്തിൻ്റെ കർമ്മ പദ്ധതികളുടെ ഭാഗമായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ പോഷക സംഘടനയായ ഞങ്ങളും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിനകത്ത് ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. ചേർത്തല കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലാണ് പരിപാടി. 23 രാവിലെ 9-ന് രജിസ്ട്രേഷൻ. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും ഗുരു വിദ്യാനിധി പ്രഖ്യാപനവും ആദ്യ ഗഡു ഏറ്റുവാങ്ങലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. SNPC പ്രസിഡന്റ് KM സജീവ അധ്യക്ഷനാകും. യോഗം കൗൺസിലർ PK പ്രസന്നൻ, CM ബാബു, PSN ബാബു, കണിച്ചുകുളങ്ങര യൂണിയൻ പ്രസിഡന്റ് പുരുഷോത്തമൻ MV തുടങ്ങിയവർ സംസാരിക്കും. SNPC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ശശിധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PK വേണുഗോപാൽ നന്ദിയും പറയും. തുടർന്ന് വിവിധ ക്ലാസുകൾ നടക്കും. 25-നാണ് സമാപനം. SNPC ഭാരവാഹികളായ KM സജീവ്, MN ശശിധരൻ, ഡോക്ടർ R ബോസ്, VR വിജയകുമാർ, MK സോമൻ, പൊന്നുരുന്നി ഉത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ് ചേർത്തല. അഖില കേരള ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്ററുടെ 140-ാം ജന്മദിനം ആഘോഷിക്കുന്നു. ഇതോടൊപ്പം കുടുംബസംഗമവും ഒരുക്കിയിട്ടുണ്ട്. ചേർത്തല മനോരമ കവലയ്ക്ക് വടക്കുവശത്തുള്ള BTIM ഹാളിലാണ് കുടുംബസംഗമവും ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർക്ക് ഈ കാലങ്ങളായി കൊടുക്കുന്നില്ല. കറുപ്പൻ മാസ്റ്ററെ അവഗണിച്ച് നിർത്തുന്ന ഒരു സമീപനമാണ് സമീപകാലത്ത് അല്ലെങ്കിൽ അതിനു മുൻപും ഉണ്ടായിട്ടുള്ളത്. ഈ കറുപ്പൻ മാസ്റ്ററെക്കുറിച്ച് വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയാൻ പാടുള്ളൂ. ഇത്തരത്തിൽ അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ തൂലിക പടവാളാക്കിയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നമ്മുടെ പൊതുസമൂഹം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററുടെ ജന്മദിനം ഞങ്ങൾ കുടുംബസംഗമമായിട്ടാണ് ആഘോഷിക്കുന്നത്. കാരണം പൊതുസമൂഹത്തിൻ്റെ ഇടയിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിലും മാധ്യമങ്ങളുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കറുപ്പൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഞങ്ങൾ വളരെ വിപുലമായി ചേർത്തലയിൽ താലൂക്ക് കമ്മിറ്റി, ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 59 കരയോഗങ്ങളുടെ സഹകരണത്തോടു കൂടി ആഘോഷിക്കുന്നു. കേരളത്തിൻ്റെ വാർത്താപുരുഷൻ എന്നറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യ പ്രഭാഷകനായിട്ട് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള കാതികൻ ഇടക്കൊച്ചി സലീംകുമാർ, രാജേഷ് പാണാവള്ളി സിനിമാ നടൻ തുടങ്ങിയ പ്രശസ്തരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മെയ് 24-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മെയ് 24-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ ദേവീക്ഷേത്ര മൈതാനിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര തുടങ്ങുന്നത്.
ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തതാണ്. അതുകൊണ്ട് ഈ വർഷവും അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മൾ ഇപ്പോൾ മഴയുടെ ഒരു കാഠിന്യം എന്തെങ്കിലും വന്നു പോയാൽ ആ സമയത്ത് ചിലപ്പോൾ റാലി മാറ്റേണ്ട സാഹചര്യം വന്നാലും മാറ്റും, ഇല്ലെങ്കിൽ റാലി ഉണ്ടാകും. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്ററുടെ 140ാം ജന്മദിനാഘോഷവും കുടുംബസംഗമവും മെയ് 24 വെള്ളിയാഴ്ച നടക്കും. ചേർത്തല VTIM ഹാളിൽ ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് പരിപാടി നടക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎസ്പി ചേർത്തല താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ കെ കൃഷ്ണാലയം അധ്യക്ഷനാവും. സെക്രട്ടറി സുരേഷ് കരിയിൽ സ്വാഗതം പറയും. കാതികൻ ഇടക്കൊച്ചി സലിംകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. സീനിയർ ആർട്ടിസ്റ്റ് രാജേഷ് പാണാവള്ളി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ BK സിദ്ധാർത്ഥൻ, K പ്രവീൺകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MR ജയദേവൻ, പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക സമിതി പ്രസിഡന്റ് രാജേഷ്, സെക്രട്ടറി ജിനചന്ദ്രൻ, ധീവര മഹിളാ സഭ പ്രസിഡന്റ് അനിത സന്തോഷ്, സെക്രട്ടറി തുഷാര ഷിബു, യുവജനസഭ താലൂക്ക് പ്രസിഡന്റ് അനിൽ, സെക്രട്ടറി അജേഷ് എന്നിവർ ആശംസകൾ നേരും. താലൂക്ക് കമ്മിറ്റി അംഗം ദാമോദരൻ നന്ദി പറയും. താലൂക്ക് സെക്രട്ടറി സുരേഷ് കരിയിൽ, പ്രസിഡന്റ് ചന്ദ്രൻ കെ കൃഷ്ണാലയം, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ BK സിദ്ധാർത്ഥൻ, K പ്രവീൺകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. കേന്ദ്ര സർക്കാർ നോട്ടറിമാരായി നിയമിച്ച അമ്പലപ്പുഴ കോടതിയിലെ അഭിഭാഷകർക്ക് അനുമോദനം. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ കോടതിയിലെ അഭിഭാഷകരായ R. സന്ധ്യ, പ്രിൻസി മനോജ് എന്നിവരെയാണ് അമ്പലപ്പുഴ കോടതി അഭിഭാഷകരും ക്ലർക്കുമാരും ചേർന്ന് അനുമോദിച്ചത്. H. സലാം MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സർവീസ് കൂടി ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നിശ്ചയിച്ച് മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു ഞങ്ങൾ രണ്ടുപേരും വിഷയമായിട്ട് എത്തിയിട്ടുള്ളത്. വളരെയേറെ എക്സ്പീരിയൻസ് ഈ രംഗത്തും വക്കീലെന്ന നിലയിൽ ഉള്ള നിസാമയ്ക്ക് കൂടി നമ്മുടെ കൂടെയുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മുൻ ഈ ചുമതല വഹിച്ച ഒരാളെന്ന നിലയിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന അവസരം കൂടി നമ്മുടെ അമ്പലപ്പുഴയിൽ തന്നെ നിസാമയ്ക്ക് കൂടി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രിൻസിപ്പൽ സന്ധിക്ക് അത്തരമൊരു സാധ്യത കൂടിയുണ്ട്. അഡ്വക്കേറ്റ് J. ഷെർലി അധ്യക്ഷനായി. മുതിർന്ന അഭിഭാഷകനായ A. നിസാമുദ്ദീൻ, അഡ്വക്കേറ്റ് B. ലക്ഷ്മി, ശിവശങ്കരൻ നായർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് R. ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കാൻ ഗൂഢശ്രമമെന്ന് ആരോപണം. ആശുപത്രിക്ക് മുന്നിൽ ഇടതുമുന്നണിയുടെ പ്രതിഷേധം. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വിഭാഗം ഡോക്ടർമാരും ചില ജീവനക്കാരും ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കടലേറ്റ ഭീഷണിയിൽ തീരദേശവാസികൾ. കടലാക്രമണ ഭീഷണി നേരിടാനുള്ള പദ്ധതി പൂർത്തിയായിട്ടില്ലെന്നും ആരോപണം. പുറക്കാട് തീരത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പുലിമുട്ട് കടലെടുത്തു. കോടികൾ വെള്ളത്തിലായി. അശാസ്ത്രീയമായാണ് പുലിമുട്ട് നിർമ്മിച്ചതെന്ന് പരാതി. കായംകുളത്ത് 14 വയസ്സുകാരന് മർദ്ദനം. ആക്രി പെറുക്കി വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് മർദ്ദിച്ചതെന്ന് കുട്ടി. ആലമ്പള്ളിൽ മനോജിനെതിരെ കേസെടുത്തു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.